ഹലോ മച്ചന്മാരെ, പാക വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ അടിപൊളി ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കാവാലത്തിൻ്റെയും കുട്ടനാടിൻ്റെയൊക്കെ ആലപ്പുഴയുടെ മുഴുവൻ ടേസ്റ്റും കിട്ടുന്ന നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് മാത്രമല്ല, ചെറിയൊരു ഷാപ്പും കൂടാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡും വിശേഷമൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വായോ. ബോട്ട് ചട്ടികളുടെ നാടായ കുട്ടനാട്ടിലെ കാവാലം രാജപുരം റെസ്റ്റോറൻറ്റിലേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. കായലും തോടും പാടത്തിൻ്റെ നടുക്കുള്ളതേ നീണ്ടു കിടക്കുന്ന ഈ പാതയൊക്കെ അതിമനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഈ യാത്രയിൽ സമ്മാനിക്കുന്നത്. ഈ മനോഹരമായ കാഴ്ചകൾ പോലെ തന്നെ ഗംഭീര ഫുഡാണ് അവിടുത്തേത്. ആലപ്പുഴയിൽ തന്നെ മികച്ച ഒരു സ്ഥലം തന്നെയാണ് ഗൈസ് ഇത്. അപ്പോൾ ഈ വൈബൊക്കെ അടിച്ച് ഫുഡ് കഴിക്കാൻ പോകാൻ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് വിട്ടേക്കാം. വയോ 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 വയോ. ഡ്രൈവർ നേരെ തന്നെ നോക്കി വണ്ടി ഓടിക്കുക പ്ലീസ്. കഴിഞ്ഞ തവണ വന്നപ്പം ഫുള്ള് പച്ചപ്പായിരുന്നു, മൊത്തം പച്ചപ്പായിരുന്നു. ഈ തവണ വന്നപ്പോഴത്തേനും മൊത്തം വെള്ളമാണ് കേസ്. നമ്മുടെ വഴിയുടെ രണ്ട് സൈഡിലും വെള്ളമാണ്. നല്ല അടിപൊളി കാഴ്ചയാണ് ഗൈസ്. രാജപുരത്തേക്ക് നമുക്ക് കായലിൻ്റെ അകത്ത് കൂടെ പോകാൻ പറ്റും. ഇത് നമുക്ക് രാജപുരത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടെയുള്ള റൂട്ടാണ് ഗൈസ്. ഇവിടെ ഒരു ചെറിയ വഴിയുണ്ട്. ഈ വഴി കൂടെ നമുക്ക് അങ്ങോട്ട് യാത്ര പോകാം. നമ്മൾ വണ്ടി വിട്ടിട്ടുണ്ട്, അതിൽ പോവാം. പോ നടക്ക്. തെങ്ങുകൾക്കിടയിലൂടെ നമുക്കിങ്ങനെ യാത്ര ചെയ്യാം. ഇങ്ങനെ ഈ വഴി കൂടെ നടന്നും പോകാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് വള്ളത്തിലും പോകാൻ പറ്റും. വള്ളത്തിൽ പോകുന്നതാണ് വൈബ്. പിന്നെ അങ്ങോട്ട് കഴിക്കാൻ പോകുമ്പോൾ നമുക്ക് നടന്നു പോകാം. തിരിച്ച് നമുക്ക് വള്ളത്തിൽ വരാം. നല്ല തിരക്കായതുകൊണ്ട് ഒരുപാട് ആളുകളുള്ളതുകൊണ്ട് നമുക്ക് ബോട്ട് നോക്കി നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു നടന്നു പോകാൻ നല്ല കുറേ നടക്കണ്ട. അതുകൊണ്ട് ആ കാണുന്ന പക്ഷെ നടന്നു പോകാൻ വൈബാണ് ഗീസ്, വൈബ്. കൊള്ളാമല്ലേ? ഇതോ കാണുന്ന ഇത് കായലിൽ നിന്ന് വരുന്ന കായലിൻ്റെ ചെറിയ കൈവഴിയാണ്. എല്ലാം പിടിക്കുന്നുണ്ട്. ധൈര്യമായിട്ട് നടന്നു നോക്കും. ഫോണിലൊക്കെ കളിച്ച് വെള്ളത്തിൽ പോരുത് കേട്ടോ. ഹേയ് ഫോണിൽ കളിച്ച് വെള്ളത്തിൽ പോകല്ലോ. ചേട്ടന്മാരിവിടെ വലയൊക്കെ എടുത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് പ്ലീസ്. വലയും കൊണ്ട് പോകരുത്. വൈകിട്ടത്തിനുള്ള മീൻപിടുത്തത്തിനുള്ള സംവിധാനമൊക്കെ സെറ്റ് ചെയ്യാൻ ആണോ? അങ്ങനെ നമ്മൾ നടന്ന് കായൽ കണ്ടിരിക്കുകയാണ്. അതാണ് ഗൈസ് കായൽ. അപ്പോൾ ഇതിൽ വരുന്നവർ സൂക്ഷിച്ചൊക്കെ വരിക. ഈ വഴി കൂടെ വരുമ്പോൾ നടന്നു വരാനുള്ള വൈബ് സ്ഥലമാണ്. നമുക്കിങ്ങനെ വൈബായിട്ട് നടന്നു വരാം. നോക്കി നമ്മൾ ഈ വഴി കൂടെ അല്ലെങ്കിൽ ഇത് അപ്പുറത്താ കാണുന്ന വഴിയിൽ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കി കൂവിയാൽ മതി. അപ്പോൾ ഇവിടെ നിന്നുള്ള ബോട്ട് അവിടെ വരും, നമ്മളെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പോൾ അവിടെ ഒരു ബോട്ട് ചട്ടിയുണ്ട്. ആ ബോട്ട് ചട്ടിയിൽ അവിടെ വന്നിട്ട് കൂവിയാൽ മതി. കൂവുമ്പോൾ ഇവരിവിടുന്ന് ബോട്ട് അങ്ങോട്ട് വിടുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് അതിനകത്ത് കയറി വരാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മുടെ രാജപുരം ഷാപ്പും അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റും എല്ലാം ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ ആളുകൾ വന്നിട്ട് ഫുഡ് കഴിക്കുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. കുട്ടനാടിൻ്റെ എല്ലാ ഫുഡ് ഐറ്റംസും ഇവിടെ കിട്ടും. അല്ലോ അവിടുന്ന് ചെറിയ ബോട്ടുകളിലായിട്ട് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. തന്നെ ചെറിയൊരു ഹൗസ് ബോട്ടിനകത്തിൽ ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഇതിനകത്ത് നമുക്ക് കയറിയിരുന്ന് കഴിക്കാം. ഇത് പുത്തനായിട്ട് കൊണ്ടുവന്ന ഒരു ബോട്ടാണ് തോന്നുന്നു. ഇതിനു മുമ്പ് വലിയൊരു ഹൗസ് ബോട്ടായിരുന്നു ഈ ഫ്രണ്ടിൽ കിടന്നത്. അപ്പോൾ അതിനകത്തിൽ നമുക്ക് കയറിയിരുന്ന് കഴിക്കാം. അത് മാറ്റിയിട്ട് ഇപ്പം ചെറിയൊരു ഹൗസ് ബോട്ടാണ്.
അപ്പോൾ ഇതിനകത്തിൽ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പറ്റും. പിന്നെ പുറയിലായിട്ട് വേറൊരു സ്ഥലമുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ പാടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നിന്ന് കഴിക്കാം. ഫുഡൊക്കെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണത്താ ദൂരത്ത് ഇങ്ങനെ പരന്ന് കിടക്കുന്ന പാടമാണ് ഗൈസ്. ഭയങ്കര രസമാണ് ഇവിടെ ഇങ്ങനെ ഈ കാഴ്ചയൊക്കെ കണ്ടിരുന്ന് കഴിക്കാനായിട്ട്. അവിടെ കൊഞ്ചുണ്ട്, അവിടെ കക്കയുണ്ട്, പൊടിമീനുണ്ട്, താറാവുണ്ട്, വേണ്ട തലക്കറിയുണ്ട്, ചേമ്പുണ്ട്, കപ്പയുണ്ട്, തുടങ്ങിയ എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഇവിടുത്തെ ലിസ്റ്റ് വലിയ ലിസ്റ്റാണ്, ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. കുട്ടനാട്ടിലെ ഏറ്റവും ടേസ്റ്റായിട്ടുള്ള അടിപൊളി ഷാപ്പും റെസ്റ്റോറൻറ്റുമാണിത്. അപ്പോൾ നമ്മളിവിടെ ഫുഡെല്ലാം ഒന്ന് കഴിച്ചു നോക്കാം. തലക്കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ നല്ല കിടിലൻ തലക്കറിയാണ്. കണ്ടോ, കണ്ണൊക്കെ കണ്ടോ, ഒരു രക്ഷയില്ലാത്ത തലക്കറിയാണ്. ഒരു പ്ലേറ്റ് തരാം. എന്താ പുട്ടുപോലെ നല്ല ടേസ്റ്റുമാണ്. പൊളി. നമ്മൾ ഒരപ്പവും താറാവ് മപ്പാസും കൂടെ അങ്ങോട്ട് കഴിച്ചു നോക്കാം. അത് താറാവ് മപ്പാസിൻ്റെ ഗ്രേവി ഒരു രക്ഷയില്ലാത്ത ഗ്രേവിയാണ്. ആഹാ, പ്ലേറ്റിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ച് ഒരു പിടുത്തം പിടിച്ചാൽ സ്വർഗം. ഉണ്ടോ? അപ്പം അങ്ങോട്ടെടുത്ത് ഒരു കഷ്ണം അങ്ങോട്ട് അങ്ങോട്ട് വെച്ചിട്ട് താറാവൊക്കെ നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് പൊടിഞ്ഞു തരുന്നത്. അതുപോലെ അതിൻ്റെ ഗ്രേവി ഒരു രക്ഷയില്ല കേസ്. അതെ, അതോടൊക്കെ അഭിപ്രായങ്ങളൊക്കെ ആരായും. താറാവ് ചേച്ചി, താറാവ് കറി എടുത്ത് കഴിയും, സൂപ്പറാണ്. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് കേസ് ബില്ലൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. കോഴിപ്പോര് നടന്ന സ്ഥലത്തേക്ക് നോക്കുന്നവരുണ്ട്. ഔട്ട് കംപ്ലീറ്റ്ലി. വൈകുന്നേരം സമയങ്ങളിലൊക്കെ വരാമെങ്കിൽ അടിപൊളി കാഴ്ചയാണ് കേസ്. കുട്ടനാടിൻ്റെ ആ ഒരു അടിപൊളി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്കിങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാം. ഇതേപോലുള്ള ചെറിയ ബോട്ടിനകത്തിലും വള്ളത്തിലുമാണ് നമ്മളെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കൈയാട്ടി വിളിച്ചാൽ മതി, ഇവിടെ നിന്ന് അങ്ങ് വരും. പിന്നെ നമ്മുടെ ലൊക്കേഷൻ രാജപുരം ഒന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും. ആ ലൊക്കേഷൻ നോക്കി നേരെ ഇങ്ങനെ വന്നാൽ മതി. ഈ മനോഹരമായ സ്ഥലത്തിരുന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാം. ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് നമുക്ക് ഫുഡൊക്കെ കഴിച്ചാൽ ഒരു ഐസ്ക്രീമും കഴിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം ഗൈസ്. നടക്കാനൊക്കെ പറ്റിയ, കുറച്ച് നേരം ഫോട്ടോ എടുക്കാനും നടക്കാനും ഒക്കെ പറ്റിയ സ്ഥലമാണ്. ഇതേപോലെ ചെറിയ ബോട്ടിന് വള്ളത്തിനതിലും നമ്മളെ കൊണ്ടുപോകും അക്കരയ്ക്ക്. അക്കരെ കൊണ്ടുപോകാനായിട്ട് ചേട്ടൻ തൊപ്പിയൊക്കെ വെച്ച് ചേട്ടൻ കയറിയിട്ടുണ്ട്. അപ്പം നമുക്കും കയറിപ്പോവാം. കയറട്ടെ? അയ്യോ, ഓക്കെ. ചേച്ചി അവരങ്ങ് വരത്തില്ല ഇപ്പോഴേ.
ഓടി ഓടി ബോട്ട് ചട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പള്ളിയുടെ ബോട്ട് ചട്ടിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ബോട്ട് ചട്ടിയിൽ ഇറങ്ങാമെങ്കിൽ ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഈ ബോട്ട് ചട്ടി കയറി പോയാൽ മതി. നമ്മൾ അങ്ങോട്ട് പോയത് പാർക്കിങ്ങിൽ ഇട്ടിട്ട് റോഡിലിട്ടിട്ട് നമ്മൾ നടന്നു പോകുമായിരുന്നു. തിരിച്ചിങ്ങോട്ട് നമ്മൾ വള്ളത്തിലിങ്ങി ഇറങ്ങി. അപ്പോൾ ഈ ബോട്ട് ചട്ടിയിലെത്തിയിട്ടുണ്ട്. ചാടി ഇറങ്ങി. ഓക്കെ ഓക്കെ. പാഗോ വ്ളോഗ്സ്. പാഗോ അവരിപ്പം വണ്ടി എടുത്തിട്ട് വരും. ഇല്ല, തൊട്ടപ്പുറത്താണ് അരിപ്പിങ് വരും. ഇതാണ് ലിസ്യു പള്ളി. ലിസ്യു പള്ളിയുടെ ബോട്ട് ചട്ടിയിൽ നമ്മൾ വന്നാൽ നമുക്ക് നേരിട്ട് അങ്ങോട്ട്, ഈ വണ്ടിയെല്ലാം കിടക്കുന്നതെല്ലാം അങ്ങോട്ടുള്ള ആളുകളാണ്. അങ്ങോട്ട് വന്ന ആളുകളുടെ വണ്ടിയാണിത്. നമ്മൾ ആദ്യം ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് കുറേ വണ്ടികളുണ്ടായിരുന്നു. അപ്പം കുറേ വണ്ടിയൊക്കെ പോയിട്ടുണ്ട്. ലൊക്കേഷനിൽ നോക്കുക, ഇങ്ങോട്ട് വരിക. ഇവിടുന്ന് ലിസ്യു ബോട്ട് ചട്ടി നേരിട്ട് ബോട്ട് ചട്ടിയിൽ വരിക. ബോട്ട് ചട്ടിയിൽ വന്ന് നിന്നിട്ട് അവിടെ നിന്നെങ്കിൽ അവരുടെ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒച്ചത്തിൽ കൂവുക. അപ്പോൾ അവിടെ നിന്ന് ബോട്ട് വരും, അല്ലെങ്കിൽ ചെറിയ വള്ളം വരും, അതിനകത്ത് കയറി പോവുക. അല്ലെങ്കിൽ ഈ വഴി കൂടെ ഈ ബോട്ട് ഇരിക്കുന്നുണ്ട്, ഈ പള്ളിയിലോട്ട് എത്തുന്നതിന് മുമ്പായിട്ട് വലതേ സൈഡിൽ കൂടെ കിടക്കുന്ന വഴി നേരെ പോവുക. അവിടെ ചെന്ന് റോഡ് സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നേരിട്ട് അങ്ങോട്ട് നടന്നു പോവുക. 2 വഴിയുണ്ട്. 2 വഴി പോയാലും നല്ല അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ 2 പേര് ബോട്ടിൽ വന്നിട്ട് നിങ്ങളെ ബോട്ട് കാണിക്കാൻ വേണ്ടി 2 പേര് ഞങ്ങൾ വള്ളത്തെ വന്നിട്ട് 2 പേര് കാർ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. കേസ് വരുന്നുണ്ട്. നമ്മുടെ ശകടം വരുന്നുണ്ട്. ഹായ്, നമ്മുടെ വണ്ടി വന്നു. കയറിക്കോ ചാടി കയറിക്കോ. അങ്ങ് ദൂരെ ചെവറ കളറിൽ കാണുന്നതാണ് കേസ് ആമ്പലുകൾ മുട്ടിട്ട് നിൽക്കുകയാണ്. ചുമന്ന ആമ്പലുകൾ. അതാ, അത് പൊട്ടി വരുമ്പോഴത്തേന് അടിപൊളിയാവും. പാടത്തിൻ്റെ ഒരു സൈഡ് മൊത്തം ആമ്പലാണ് കേസ്. നല്ല ചുമന്ന് കാണുന്നില്ലേ, അതാണ് ആമ്പലുകൾ. അതിനെയും പൊട്ടി വിരിയണം. വിരിഞ്ഞ് കഴിയുമ്പോൾ ഫുള്ള് റെഡാവും കേസ്. ഇപ്പോൾ രാജപുരം വഴി നമ്മൾ റൂട്ടിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് റൂട്ടിൽ കൂടെ അങ്ങോട്ട് പോയാലും അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ കുട്ടനാടിൻ്റെ നല്ല അതിമനോഹരമായ പാടങ്ങളും അതിൻ്റെ ഇടയ്ക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം. അപ്പോൾ ഏത് സമയത്ത് വന്നാലും പല കാഴ്ചകളാണ്. നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന പാടം, പിന്നെ കൊയ്ത്തിന് മുമ്പാണെങ്കിൽ നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞ് കിടക്കുന്ന പാടം, ഇപ്പോഴാണെങ്കിൽ ഫുള്ള് വെള്ളമായിട്ട് ചുറ്റപ്പെട്ട് കിടക്കുന്ന പാടത്തിൻ്റെയൊക്കെ നടുക്കൂടെ നമുക്ക് കുറേ യാത്ര ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഫുഡുമാണ് അവിടത്തേത്. കുട്ടനാട്ടിലെ ആലപ്പുഴയുടെ എല്ലാ ഫുഡ് ഐറ്റംസും അവിടെ കിട്ടും. അപ്പോൾ ഇതേപോലെ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവഴി യാത്ര ചെയ്ത് അവിടെ പോയി കഴിച്ച് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.